ശരിയാണ്. അതേസമയത്ത് തന്നെ ചില ബൂത്തുകളിൽ ഇപ്പോഴും വോട്ടർമാർ ഉണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർക്ക് സ്ലിപ്പ് നൽകിയ ദൃശ്യങ്ങളാണ്. സ്ലിപ്പ് നൽകി അവരെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കുകയാണ്. 6 മണി വരെ ക്യൂവിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. അതിന് പോളിംഗ് ഉദ്യോഗസ്ഥർ അവർക്ക് സ്ലിപ്പും നൽകുന്നുണ്ട്. ഈ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ KB ഗണേഷ് കുമാർ അല്പം മുമ്പാണ് വോട്ട് ചെയ്തത്. സാധാരണ സ്ഥാനാർത്ഥികൾ ആദ്യം തന്നെ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഗണേഷ് കുമാർ ഏറ്റവും ഒടുവിലാണ് വോട്ട് ചെയ്തത്. കായംകുളത്തും കള്ളവോട്ട് പരാതി വന്നിട്ടുണ്ട്. പുള്ളിക്കണക്ക് NSS ഹൈസ്കൂൾ 106 നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട്. അനന്തകൃഷ്ണൻ എന്ന വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റാരോ വോട്ട് ചെയ്തു എന്നാണ് അറിഞ്ഞത്. പിന്നീട് ടെൻഡർ വോട്ട് ചെയ്തു മടങ്ങുകയായിരുന്നു. 2 വോട്ടർമാർ ഒരേ പേരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മാറിപ്പോയതാണെന്നാണ് ഉദ്യോഗസ്ഥർ ഇവിടെ പറയുന്നത്. കള്ളവോട്ട് ആരോപണം പലയിടത്തു നിന്നും വന്നിട്ടുണ്ട്. അത് കോഴിക്കോട് നിന്നായിരുന്നു ആദ്യം എത്തിയത്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യം എത്തിയത്. അത് മാത്രമല്ല, അവിടെ BJP ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. സൗത്ത് മണ്ഡലത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുവാനുള്ള ശ്രമം നടത്തിയിരുന്നു LDF എന്ന്. അവിടെ ഒരു സമരവും BJP നടത്തിയതാണ്. ഇവിടെ സ്ഥലത്തില്ലാത്ത ആളുകളുടെ പേരിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കി അങ്ങനെ കള്ളവോട്ടിന് അവസരമുണ്ടാക്കി എന്നുള്ള ആരോപണം കോഴിക്കോട് സൗത്തിൽ നിന്ന് വന്നിരുന്നു. വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കള്ളവോട്ട് ആരോപണം വന്നിരുന്നതാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ ചേരുകയാണ്. ശരണ്യ, ആലപ്പുഴയിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനത്തിന്റെ ചിത്രം? ഈ കായംകുളത്തെ സംഭവം എന്താണ്? മഞ്ജുഷ, കായംകുളത്ത് മാത്രമല്ല ആലപ്പുഴയിൽ 2 ഇടങ്ങളിലാണ് അത്തരത്തിൽ വോട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതായത് പോസ്റ്റൽ ബാലറ്റിൽ ആയി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ ആദ്യ പരാതി വന്നത് അമ്പലപ്പുഴയിലായിരുന്നു. അമ്പലപ്പുഴയിലെ 139 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ഷാജിമോൻ എന്ന വോട്ടറുടെ വോട്ടാണ് പോസ്റ്റൽ ബാലറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അവിടെ അടയാളപ്പെടുത്തിയിരുന്നത്. തുടർന്ന് അവിടെ തർക്കമുണ്ടായി. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഷാജിമോൻ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സമാനമായ സംഭവം തന്നെ കായംകുളത്തും ഉണ്ടായിട്ടുണ്ട്. ചെങ്ങന്നൂരിലും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. BJPയുടെ 39 നമ്പർ ബൂത്ത് പ്രസിഡന്റ് AG ഗോപാലകൃഷ്ണന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിട്ടുള്ളത്. പിന്നീട് ഗോപാലകൃഷ്ണൻ കൗണ്ടർ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. കായംകുളം പുള്ളിക്കണക്ക് 105 നമ്പർ ബൂത്തിലും ഈ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. അനന്തകൃഷ്ണൻ എന്നയാളുടെ വോട്ടാണ് മറ്റാരോ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ പോസ്റ്റൽ വോട്ടുകളായി ചെയ്തിരിക്കുന്നു, ബാലറ്റുകളിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ വലിയ വാശിയേറിയ മത്സരം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ, അതായത് 5 മണി വരെയുള്ള കണക്കാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 5 മണി വരെയുള്ള കണക്ക് ലഭ്യമാകുമ്പോൾ 75.78, ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന അപ്ഡേഷൻ അതാണ്. 75.78% വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണ്ഡലങ്ങൾ ഒന്ന് അരൂറാണ്, മറ്റൊന്ന് അരൂരിൽ 5 മണിക്ക് തന്നെ 80% മേളിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കനത്ത മത്സരത്തിന്റെ സൂചന തന്നെയാണ്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അരൂര്. 80.09% 5 മണിയോടുകൂടി തന്നെ കടന്നിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് 78% ആലപ്പുഴയും ചേർത്തലയും 78% അതിലേക്ക് വന്നിട്ടുണ്ട്. അമ്പലപ്പുഴ 77.83 എന്നുള്ള കണക്കാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കുറവ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂര് 68.28% വോട്ട്. അത് 5 മണിവരെയുള്ള അപ്ഡേഷനാണ്. പുതിയ അപ്ഡേഷൻസ് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ പുതുതായി വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം ലേറ്റസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 75.78 എന്നുള്ളതാണ്. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലമാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ബൂത്ത്, ഇത് പഴവീട് സ്കൂളിന്റെ പരിസരത്തുള്ള ബൂത്താണ്. ഇവിടെയൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മറ്റ് അവസാന പ്രൊസീജിയറിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. അവരെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഇനി വോട്ട് രേഖപ്പെടുത്താനായി ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. തീരദേശ മേഖലകളിലൊക്കെ രാവിലെ മുതൽ തന്നെ തിരക്ക് ഉണ്ടായിരുന്നു. മറിച്ച് നമ്മളുടെ ഈ തൊട്ടടുത്തുള്ള രാവിലെ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ വന്ന് വോട്ട് രേഖപ്പെടുത്തിയ തിരുവമ്പാടി ഗവൺമെന്റ് സ്കൂൾ 90% മേൽ എല്ലാ ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും തീരദേശ മേഖലകളിൽ പലയിടങ്ങളിലും 90% മുകളിലേക്ക് പോലും പോളിംഗ് ശതമാനം കടന്നിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ഇതെല്ലാം SIRന്റെ ഒരു സവിശേഷത കൂടിയാണ്. വോട്ടർമാർ കൃത്യമായ ലൈവ് വോട്ടർമാർ മാത്രമാണ് ഇത്തവണത്തെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നത്. നേരത്തെ ഇല്ലാതിരുന്ന വോട്ടർമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള വോട്ടർ പട്ടികയായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അതിനാൽ തന്നെ SIRന്റെ
പ്രതിഫലനം ഈ പോളിംഗ് ശതമാനം കൂടിയതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് ഏത് മുന്നണിയെ സഹായിക്കും, ഏത് മുന്നണിക്ക് എതിരാകും എന്ന കാര്യത്തിൽ അങ്കലാപ്പ് തന്നെയാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.